സ്വപ്നം കാട്ടിക്കും കായ. അപൂർവമായ ഒരു കറുത്ത വിത്ത് കാണിച്ചുകൊണ്ട് വർഷങ്ങൾക്ക് മുമ്പ് അഗസ്ത്യകൂടത്തിൻ്റെ അടിവാരത്തുള്ള പൊടിയക്കാല എന്ന ഊരിലെ പരപ്പി എന്ന മുത്തശ്ശി എന്നോട് സംസാരിക്കുമ്പോൾ ഈ കായ അന്ന് എനിക്ക് കൗതുകമായിരുന്നു. സ്വപ്നം കാട്ടിക്കും കായ. പറണ്ടക്ക എന്ന പേരിൽ തിരുവനന്തപുരത്തെ മലയോര പ്രദേശങ്ങളിലും വനാന്തരങ്ങളിലും ജീവിക്കുന്നവർക്ക് ചിരപരിചിതമായ ഈ വിത്ത് കാണിക്കാരുടെ ജീവിതത്തിൻ്റെ ഒരു അവിഭാജ്യ ഘടകമായിരുന്നു. ഒരു പരിധിവരെ ഇന്നും വനാന്തരങ്ങളിൽ താമസിക്കുന്നവർക്ക് അങ്ങനെയാണ് താനും. കാണിക്കാർക്കെന്ന് മാത്രമല്ല, ആഫ്രിക്കയിലെ ഗോത്ര സമൂഹങ്ങൾ മുതൽ ഇന്ത്യയിലെ എന്നല്ല പലയിടങ്ങളിലെയും നിത്യഹരിത വനങ്ങൾക്ക് അരികെ താമസിക്കുന്ന, അകത്ത് താമസിക്കുന്ന ആദിവാസി ഗോത്ര സമൂഹങ്ങളുടെ ഒരു മാന്ത്രിക മരുന്നായിട്ടും ഭക്ഷ്യ ഉൽപ്പന്നമായിട്ടുമൊക്കെ ഉപയോഗിക്കുന്ന സ്വപ്നം കാട്ടിക്കും കായ എന്ന പറണ്ടക്കയുടെ വിശേഷങ്ങളാണ് ഇന്ന് ഗോത്രായനത്തിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. പറണ്ടക്ക അഥവാ സ്വപ്നം കാട്ടിക്കും കായ. പരപ്പി മുത്തശ്ശി അന്ന് പറഞ്ഞൊരു കഥയോടുകൂടി തുടങ്ങാം. എങ്ങനെയാണ് പറണ്ടയ്ക്ക കാണിക്കാരുടെ ഒരു ഇഷ്ടവിഭവമായി മാറിയത് എന്ന കഥ. മനുഷ്യരെല്ലാം ഉത്ഭവിച്ച കാലത്ത് കാണിക്കാർക്ക് കാട്ടിൽ എന്തും കഴിക്കാമെന്നുള്ള അവസ്ഥയായിരുന്നു. പക്ഷേ നഞ്ച് ഏത് നഞ്ചല്ലാത്തത് ഏത് എന്ന് തിരിച്ചറിയാൻ വലിയ ബുദ്ധിമുട്ട്. കാണിക്കാരെല്ലാം കൂടി അവരുടെ ഒടയ തമ്പുരനായ മാടനെ കാണാനായിട്ട് യാത്രയായി. മാടൻ എന്ന് വെച്ചാൽ നമ്മുടെ സാക്ഷാൽ പരമശിവൻ. മാടനെടുത്ത് ചെന്നു. കാണിക്കാർ പറഞ്ഞു, അല്ലയോ ദൈവമേ, ഞങ്ങൾ ഈ കാട്ടിൽ കാണുന്ന കനികളെല്ലാം കഴിച്ചിട്ട് ചിലരെല്ലാം ചത്തുപോകുന്നു, വിഷക്കായ്കളൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ താങ്കൾ തന്നെ ഞങ്ങൾക്കതൊന്ന് വഴി പറഞ്ഞതാ, ഏതൊക്കെ കഴിക്കണം ഏതൊക്കെ കഴിക്കണ്ടെന്ന്. മാടൻ തൻ്റെ വിശാലമായ പൂണിക്കൊട്ട തുറന്നിട്ട് അതിനകത്ത് നിന്ന് കവലക്കിഴങ്ങെടുത്തു, നെടുവാൻ കിഴങ്ങെടുത്തു, നൂറാൻ കിഴങ്ങെടുത്തു, ചണങ്ങയെടുത്തു, നൂലിയെടുത്തു, പുന്നനെടുത്തു, എല്ലാം തൻ്റെ ഇഷ്ടക്കാരായ കാണിക്കാർക്കും കൊടുത്തു. അവസാനം കൊട്ട ഒഴിഞ്ഞു. പക്ഷേ ഒരു പറണ്ടയ്ക്ക അതിനകത്തുണ്ടായിരുന്നു. വിശിഷ്ടമായ കായെടുത്ത് അവസാനത്തെ കാണിക്കാരന് കൊടുത്തുകൊണ്ട് മാടൻ പറഞ്ഞു, ഇത് നിങ്ങൾക്ക് പഞ്ഞകാലത്ത് ഉപയോഗപ്പെടും, പക്ഷേ നോക്കിയും കണ്ടും സൂക്ഷിച്ച് ഉപയോഗിക്കണം. ഇത്രയും പറഞ്ഞ് കാണിക്കാർ യാത്രയായി. തിരിച്ചവർ കാട്ടിലേക്ക് വരുമ്പോൾ കാവിയാറിൻ്റെ തീരത്തെത്തി. വിശ്രമിക്കാനിരിക്കുമ്പോൾ കാവിയാറിലെ ഓളത്തിൽ പരൽമീനുകൾ അങ്ങനെ പൊളഞ്ഞു കളിക്കുന്നു. അപ്പം പരൽമീനിൻ്റെ മൂപ്പനായ പരൽമീൻ കാണിക്കാരോട് ചോദിച്ചു, എന്തരായി നിങ്ങളെല്ലാവരും കൂടി, കാണിക്കാരെല്ലാം കൂടി പോയി മാടനെ കണ്ടിട്ട്? അപ്പോൾ അവിടെ നിന്ന് കിട്ടിയ അറിവും സാധനങ്ങളുമെല്ലാം അവർ പരൽമീനുകളെ കാണിച്ചു. അപ്പോൾ പരൽമീനിൻ്റെ മൂപ്പൻ കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, അയ്യോ മാടൻ ഭയങ്കര ഉടായ്പല്ലേ, നിങ്ങൾക്ക് യഥാർത്ഥ സാധനങ്ങളൊന്നും തന്നില്ല, ഈ വിഷക്കായാണോ നിങ്ങൾക്ക് തന്നതെന്ന് ചോദിച്ചു. ഇതെല്ലാം കേട്ട് വീണ്ടും കാണിക്കാരൻ പരമശിവൻ്റെ അടുത്തേക്ക് ഓടി. കാര്യം കേട്ട് മാടർക്ക് ഭയങ്കര ദേഷ്യം വന്നു. മാടച്ചാരി ദേഷ്യത്തോടു കൂടി സ്വന്തം വയറ് കീറിയിട്ട് കുടലുമാല എടുത്തിട്ട് കാട്ടിലോട്ട് എറിഞ്ഞു. കാണിക്കാരുടെ സമീപത്ത് വീണ കുടലുമാല, പരമശിവൻ്റെ കുടലുമാല പെട്ടെന്ന് വള്ളിപ്പടർപ്പായിട്ട്, വലിയ വള്ളിപ്പടർപ്പായിട്ട് പൊടിച്ചു കയറി അതിൽ വലിയ കായ്കളുണ്ടായി. ആ കായ്കൾ പൊട്ടി ഇതുപോലെയുള്ള അസംഖ്യം വിത്തുകൾ അവിടെയെല്ലാം തൊഴിഞ്ഞു വീണു. പരൽമീനുകളാണ് തങ്ങളെ കാണിക്കാരെ ഇങ്ങോട്ട് അയച്ചതെന്ന് മനസ്സിലാക്കിയ മാടൻ പരൽമീനുകൾക്കൊരു ശാപം കൂടി കൊടുത്തു. കാണിക്കാരോട് പറഞ്ഞു, നിങ്ങളിത് ഭക്ഷ്യ സാധനമാക്കുമ്പോൾ ഇതിനോടൊപ്പം ഏറ്റവും രുചികരമായത് പരൽമീൻ കറിയാണെന്ന് പറഞ്ഞു കൊടുത്തു. അങ്ങനെ പരൽമീനിനും കൂടെ ഒരു പണി കൊടുത്തിട്ട് കാണിക്കാരെ മാടൻ തിരിച്ചയച്ചു. അന്നു മുതൽ പറണ്ടയ്ക്ക കാണിക്കാർക്ക് ഭയങ്കര ഇഷ്ടവിഭവമായി മാറിയെന്നാണ് പരപ്പി മുത്തശ്ശി പറഞ്ഞ കഥ. ഇനി എന്താണിത് സ്വപ്നം കാട്ടിക്കും കായായത്? സത്യത്തിൽ അതിലൊരു ശാസ്ത്രമുണ്ട്. അന്ന് ഞാൻ തമാശയാണെന്ന് വിചാരിച്ചെങ്കിൽ പോലും ഇതിലുള്ള സപ്പോനിൻ ഐറ്റംസ് ഹാലുസിനേഷൻ ഉണ്ടാക്കുന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇത് പ്രോസസ്സ് ചെയ്യുന്ന രീതി ആഫ്രിക്കയിലായാലും കേരളത്തിലായാലും വലിയ ഒരു കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ളൊരു സംഗതിയാണ്. അതായത് ഈ വള്ളി എന്ന് പറയുന്നത് ഒരു കാട്ടുവള്ളി മരത്തോട് ചുറ്റിപ്പടർന്ന് വലിയ കട്ടിക്ക് വളരുന്നതാണ്, നിങ്ങളിപ്പോൾ കാണുന്നത് പോലെ. അതിന് പല പേരുകളാണ് കേരളത്തിൽ തന്നെ അറിയപ്പെടുന്നത്. പറണ്ടവള്ളി എന്ന് പറയും, കാക്കവള്ളി എന്ന് പറയും, മലഞ്ചാടി എന്ന് പറയും, കാലം വള്ളി എന്ന് പറയും, ഒക്കെ ഉണ്ട്. ഇത് ആഫ്രിക്കയിലെ ഡർബനിൽ നിന്നാണ് ഈ സസ്യം ഉത്ഭവിച്ചത്. ഇതിൻ്റെ ശാസ്ത്രീയ നാമം എൻഡാഡ റേഡിയ എന്നാണ് ഇതിനെ ശാസ്ത്രത്തിൽ പറയുന്നത്. ഈ വള്ളി കാട്ടിലിങ്ങനെ നിത്യഹരിത വനങ്ങളിൽ എല്ലായിടത്തുമുണ്ട്. ആഫ്രിക്കയിൽ നിന്ന് ഒരുപക്ഷെ ഇത് ജലമാർഗമായിരിക്കാം
പല രാജ്യങ്ങളിലേക്കും പലയിടത്തേക്കും എത്തിച്ചേർന്നത്. ഇന്നും ഇത് പുഴകളിലൂടെ ഒഴുകിയാണ് കാടുകളിൽ ഇതിൻ്റെ പ്രജനനം നടക്കുന്നത്. അങ്ങനെയുള്ള ഈ വള്ളിയിൽ നിന്നും പൊട്ടി വീഴുന്ന കായ് കാട്ടു തീയെപ്പോലും പ്രതിരോധിക്കുന്ന, അതിജീവിക്കുന്ന കട്ടിയുള്ള തോടാണ് എന്നാണ് ഗോത്രവാസികൾ മനസ്സിലാക്കുന്നത്, പറയുന്നത്. ഇത് പൊട്ടിച്ചെടുക്കാൻ ചിലപ്പോൾ ആഴി കൂട്ടി തീയിട്ട് ഒരുപാട് സമയം കൊണ്ടായിരിക്കും ഇത് പൊട്ടിയിട്ട് അതിനകത്തു നിന്ന് വെളുത്ത പരിപ്പെടുത്തിട്ട് ആ പരിപ്പ് വലിയ പഴം തുണികളിൽ കെട്ടിയോ അല്ലെങ്കിൽ കണ്ണി കുറഞ്ഞ കുട്ടകളിൽ കെട്ടിയോ വലിയ ഒഴുക്കുള്ള, ഇവിടെയാണെങ്കിൽ അഗസ്ത്യകുടത്ത് കാവിയാറിലും അട്ടയാറിലും എല്ലാം വലിയ ഒഴുക്കുള്ള ഭാഗത്ത് അവർ ഇങ്ങനെ കെട്ടിയിടുമായിരുന്നു. ദിവസങ്ങളോളം കെട്ടിയിട്ട് കട്ട് പോയതിന് ശേഷം തിരിച്ചെടുത്തുകൊണ്ടുവന്ന് വീണ്ടും ഇതിനെ അരിഞ്ഞ് പൊടിയാക്കി പായസമാക്കിയോ അല്ലെങ്കിൽ പുട്ടാക്കിയോ ഉപ്പുമാവാക്കിയോ അല്ലെങ്കിൽ പഴയ കാലത്ത് ഇതിനൊന്നും സംവിധാനങ്ങളില്ലായിരുന്ന സമയത്ത് ഇതരിഞ്ഞ് കഞ്ഞി വെച്ചു ഒക്കെ കുടിച്ചിരുന്നു. പറണ്ടയ്ക്ക കഞ്ഞിയോടൊപ്പം പരൽമീൻ കറിയും ഞാൻ ഈ പരപ്പിയമ്മയുടെ വീട്ടിൽ നിന്ന് തന്നെ രുചിച്ച ഓർമ്മകൾ ഇപ്പോഴും മുകുളങ്ങളിലുണ്ട്. അപ്പം ഈ പറണ്ടയ്ക്ക എന്ന് പറയുന്നത് കാണിക്കാർക്കിടയിലും ഊരാളുകൾക്കിടയിലും മാത്രമല്ല, കേരളത്തിലെ മിക്ക ആദിവാസി ഗോത്ര സമൂഹങ്ങളിലും പഞ്ഞകാലങ്ങളിൽ സൂക്ഷിച്ചു വെച്ചുകൊണ്ട് ഉണക്കി സൂക്ഷിച്ചു വെച്ചുകൊണ്ട് പഞ്ഞകാലങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു വിഭവമായിരുന്നു. ഒരു പരിധിവരെ ഇന്നും ഗോത്രവാസികൾ ഉപയോഗിക്കുന്നുണ്ട്. ആഫ്രിക്കയിൽ ഡ്രീം ഹെർബ്സ് എന്നാണ് പറയുന്നത്. സ്വപ്നം കാട്ടിക്കും. ഇതിൻ്റെ ചില രാസവസ്തു, ഇതിലടങ്ങിയിരിക്കുന്ന കെമിക്കൽസ് നമുക്കൊരു ഹാലുസിനേഷൻ ഉണ്ടാക്കി സ്വപ്നം കാണിക്കുമെന്നും പല ഗോത്ര സമൂഹങ്ങളും ഇത് പൂർവികരെ സ്വപ്നം കാണുന്നതിന് വേണ്ടിയും മാന്ത്രിക അനുഷ്ഠാനങ്ങൾക്ക് വേണ്ടിയും ഉപയോഗിച്ചു വരുന്നുണ്ട്. മിസ്റ്റിക് ഡ്രഗ് വിഭാഗത്തിൽപ്പെടുന്ന ഒരു സാധനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഇതുപോലെയുള്ള പക്ഷേ ഇത് വളരെ സ്വാഭാവികമായ, വളരെ ശക്തി കുറഞ്ഞ ഒരു മിസ്റ്റിക് ഹെർബാണ്. അതേസമയം ചിലയിനം കൂണുകളും മറ്റു ചിലയിനം വള്ളികളുമൊക്കെ ലോകത്തെ പല ഗോത്രനിവാസികളും വളരെ മിസ്റ്റീരിയസ് ആയിട്ടുള്ള ചില ഹാലുസിനേഷൻ പർപ്പസിന് വേണ്ടി ഉപയോഗിച്ച് വരുന്നുണ്ട്. തൽക്കാലം ഈ ഗോത്രായനത്തിൽ അത് വേറൊരു അവസരത്തിൽ ചർച്ച ചെയ്യാം. എന്തായാലും പറണ്ടയ്ക്ക എന്ന് പറയുന്നത് കേരളത്തിൽ, പ്രത്യേകിച്ച് തിരുവനന്തപുരത്തെ കാണിക്കാർക്കിടയിലൊരു അവരുടെ ജീവിതത്തിലെ ഒഴിവാക്കാനാവാത്ത ഒരു വിഭവമാണ്, ഒരു വിത്താണ്, ഒരു വള്ളിയാണ്. മക്കുകായ എന്ന് ചിലയിടങ്ങളിൽ അറിയപ്പെടും. തൃശ്ശൂർ ചാലക്കുടി ഭാഗങ്ങളിലെല്ലാം ഇത് വട്ടുകായ എന്നറിയപ്പെടും. കാലൻ കായ എന്നറിയപ്പെടുന്ന പ്രദേശങ്ങളുണ്ട്. ആറ്റുവഞ്ചിക്കായ എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇത് നമുക്ക് ഇതിൻ്റെ ഒരു ഉൽപ്പന്നങ്ങൾ, ഇതിനെ കൊണ്ട് പായസം ഉണ്ടാക്കുന്നത് ഉൾപ്പെടെയുള്ള വിവിധങ്ങളായിട്ടുള്ള വിഭവങ്ങൾ ഉണ്ടാക്കുന്ന വംശീയ ഭക്ഷണത്തിൽ വിദഗ്ധരായിട്ടുള്ള പാചകക്കാർ തിരുവനന്തപുരത്ത് തന്നെയുണ്ട്. എണ്ണം പറഞ്ഞ ആൾക്കാരുണ്ട്. അതിൽ തിരുവനന്തപുരത്ത് തന്നെയുള്ള പോട്ടോമാവ് എന്ന് പറയുന്ന ഊരിലെ സുലോചന കാണി, അതോടൊപ്പം മുട്ടമൂട് എന്ന് പറയുന്ന കല്ലാറിനടുത്തുള്ള പൊന്മുടിയുടെ അടിവാരത്തുള്ള ഊരിലെ ചന്ദ്രിക ചേച്ചിയൊക്കെ ഈ പറണ്ടയ്ക്ക ഉപയോഗിച്ചുകൊണ്ടുള്ള വിശിഷ്ടമായ ഭോജ്യങ്ങൾ, പലതരം വിഭവങ്ങൾ ഉണ്ടാക്കുന്നതിൽ, അത് ഗദ്ദിക പോലെയുള്ള പരിപാടികളിലൊക്കെ അവതരിപ്പിക്കുകയും നല്ല രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കി കയ്യടികൾ വാങ്ങിക്കുന്നതുമെല്ലാം ഈ അവസരത്തിൽ പറയാൻ ആഗ്രഹിക്കുന്നു. എന്തായാലും പറണ്ടയ്ക്ക എന്ന് പറയുന്നത് പഞ്ഞകാലത്തെ ഒരു ഭാഗ്യമായിട്ടാണ് കാണിക്കാർ കരുതിയിരുന്നത്. സ്വപ്നം കാട്ടിക്കും കായ എന്ന അർത്ഥത്തിൽ ഇത് അതിൻ്റെ കട്ട് കളയാത്ത രീതിയിൽ പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്നു. പക്ഷേ അതിൻ്റെ വിഷാംശങ്ങളും അതിൻ്റെ പ്രശ്നങ്ങളും ഒക്കെ ഉള്ളതുകൊണ്ട് തീർച്ചയായിട്ടും ഒരുപാട് വെള്ളത്തിൽ ഊറ്റി അതിൻ്റെ കട്ട് അഥവാ അതിൻ്റെ ഊറ്റ കളഞ്ഞു വേണം അത് ഉപയോഗിക്കേണ്ടത്. അങ്ങനെ ഉപയോഗിച്ചുകൊണ്ടാണ് പഞ്ഞകാലങ്ങളെ കാണിക്കാർ ഉൾപ്പെടെയുള്ള പല ഗോത്ര സമൂഹങ്ങളും കടത്തിവിട്ടിട്ടുള്ളത്. അത് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ഗോത്രയാനം ഇവിടെ അവസാനിക്കുന്നു. വീണ്ടും മറ്റു വിശേഷങ്ങളുമായി പുതിയ എപ്പിസോഡിനായി കാത്തിരിക്കാം.